അന്ന് ജൂൺ 6-ാം തീയതി എറണാകുളത്ത് വെച്ചിട്ട് വിശാല ഹിന്ദു സമ്മേളനം നടക്കുമ്പോഴാണ്, അതിൽ വെച്ചിട്ടാണ് കർക്കിടക മാസം രാമായണ മാസമായിട്ട് ആചരിക്കണം എന്നുള്ളൊരു ആഹ്വാനം ഉണ്ടാവുകയും അതിനുശേഷം തന്നെ അതിന് കുറേ എതിർപ്പുകൾ ഉണ്ടായി. നമ്മുടെ നാട്ടിൽ രാമായണം കത്തിക്കുന്ന അവസ്ഥ വരെ നമ്മുടെ നാട്ടിലുണ്ടായി. അതിനുശേഷമാണ് വീണ്ടും ഇപ്പോൾ എല്ലായിടത്തും രാമായണം പാരായണവും അതേപോലെ ഈ കർക്കിടക മാസത്തിൽ പുണ്യമാസമായിട്ട് ആചരിക്കാനും തുടങ്ങിയത്. അപ്പം അങ്ങനെ ഒരു ചരിത്രം അവിടെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഒരു മാസത്തിന് പോലും ഉള്ള ആ പേരുദോഷം മാറാൻ രാമമന്ത്രത്തിന് കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ആ രാമമന്ത്രത്തിൻ്റെ പ്രസക്തി അത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉള്ളിലേക്ക് വായിക്കേണ്ടതിൻ്റെ ആവശ്യകത നമുക്ക് മനസ്സിലാക്കാം, അല്ലേ? എന്തായാലും രാമായണത്തിലെ ആദ്യത്തെ ഒരു ഭാഗം വായിച്ചിട്ട് നമുക്ക് തുടങ്ങാം, അല്ലേ നല്ലത്? ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ, ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. രാമായണം വായിക്കാൻ വേണ്ടിയിട്ടുള്ള ചില പ്രവർത്തനങ്ങളിലൊരു 10 കൊല്ലം മുമ്പ് ഏർപ്പെട്ടപ്പോൾ അന്ന് പല ആളുകൾ പറഞ്ഞിരുന്നതാണ് രാമായണം വായിക്കാൻ അറിയില്ല, അതിൻ്റെ രാഗം അറിയില്ല എന്നൊക്കെ. രാമായണത്തിന് അങ്ങനെ ഒന്നുമില്ല. രാമായണത്തിൻ്റെ അക്ഷരങ്ങൾ തെറ്റാതെ പരമാവധി വായിക്കുക, അതിനപ്പുറം രാമായണ പാരായണത്തിൽ വേറെ ഒന്നുമില്ല. പിന്നെ ഏതൊരു കാലഘട്ടത്തിലും രാമായണം വായിക്കാം. ഇപ്പം നമ്മൾ സാധാരണ ഈ ഒരു മാസമാണ് രാമായണ മാസമായിട്ട് ആചരിക്കുന്നതെങ്കിലും എല്ലാ ദിവസവും രാമായണം വായിക്കുക. എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ഒരു 3-ാം ക്ലാസ് ഒക്കെ പഠിക്കുമ്പോഴാണ് ഞാൻ രാമായണത്തെ കുറിച്ചിട്ട് എൻ്റെ അമ്മയിൽ നിന്ന് അറിയാൻ സാധിച്ചതും. അന്ന് അമ്മയായിരുന്നു സ്ഥിരം വീട്ടിൽ വായിച്ചിരുന്നത്. പിന്നീട് അവിടുന്ന് ഞാനും എൻ്റെ അനിയത്തിയും വായന തുടങ്ങി. ഇപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾ ആ ഒരു ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. വർഷത്തിൽ പൂജയ്ക്ക് പുസ്തകം വെച്ച ആ സമയം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളും നമ്മൾ രാമായണ പാരായണം വീട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തിനാണ് രാമായണം? നമ്മൾ പ്രത്യേകിച്ച് ഈ ഒരു മാസത്തിൽ, ഈ രാമായണ മാസമായിട്ട് നമ്മൾ ആചരിക്കുമ്പോൾ നമ്മൾ ശ്രമിക്കേണ്ടത് രാമായണം എന്തിനാണ് നമ്മൾ ഈ വഴിയിൽ കൂടെ സഞ്ചരിക്കുന്നത് എന്ന് അറിയാം. ഭഗവാൻ ശ്രീരാമചന്ദ്രനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമുക്കറിയാം, ഇന്ന് ഏറ്റവും അധികം വിമർശനാത്മകമായിട്ട് രാമായണത്തെ കൈകാര്യം ചെയ്യുന്ന ഒരു കാലഘട്ടം ആണെന്ന്. കാരണം രാമനിൽ നിന്ന് രാവണനിലേക്ക് നായക പരിവേഷം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യങ്ങളുണ്ട്. പല ആളുകളും രാമനെ അറിയില്ല, രാവണനെ അറിയാം. അങ്ങനെയാണെങ്കിൽ രാവണനെ അറിയണ്ടേ? അറിയണോ? നമുക്കിന്ന് പ്രഭാഷണം മാത്രമാണ് കേട്ടോ, ഇടയ്ക്കുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാം. രാമനെ അറിയണോ, രാവണനെ അറിയണോ? നമുക്ക് ആരെയും അറിയേണ്ടത്? നമുക്ക് രാമനെ അറിഞ്ഞാൽ മതി, ഓക്കെ. പക്ഷെ രാമനെ അറിഞ്ഞാൽ മതിയെങ്കിൽ നമ്മൾ രാവണനെയും അറിയണം. അപ്പൊ രാവണനെ വീരപരിവേഷം കൊടുത്ത് ഉള്ള ആളുകളിൽ നിന്ന് നമുക്ക് എന്താണ് വ്യത്യാസം? നമ്മൾ രാമനെ അറിയണം എന്ന് പറയുന്നു, എന്താണ് നമുക്കതിൽ നിന്നുള്ള വ്യത്യാസം? ആദ്യമായിട്ട് രാമായണത്തിലെ കഥാപാത്രങ്ങളായിട്ടുള്ള രാമനും രാവണനും അത് രാമായണത്തിലല്ല ഉള്ളത് എന്ന് മനസ്സിലാക്കുക. നമ്മുടെയൊക്കെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് രാമനും രാവണനും. അങ്ങനെയാണെങ്കിൽ നമുക്ക് രാവണനെ മനസ്സിലാക്കിയാലാണ് നമുക്ക് രാമനിലേക്കുള്ള സഞ്ചാരം സുഗമമാവുള്ളൂ. അപ്പൊ ആദ്യം നമുക്ക് രാവണനെ മനസ്സിലാക്കണം. എന്താണ് രാവണൻ? രാവണൻ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ അഗ്രഗണ്യനായിരുന്നു, ബ്രഹ്മജ്ഞാനിയായിരുന്നു, അല്ലേ? കേട്ടിട്ടില്ലേ? ഭഗവാൻ പരമേശ്വരന്റെ ശിഷ്യനാണ്. അറിവിന്റെ കുറവൊന്നും രാവണൻ ഉണ്ടായിരുന്നില്ല. രാമനും അതെ, രാമനും അറിവിന്റെ കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ ആ രണ്ടുപേരും ഒരേ അറിവ് ഉള്ള വ്യക്തികള്, രണ്ടുപേരും മഹാന്മാരായിട്ടുള്ള വ്യക്തികള്. എവിടെയാണ് നമ്മൾ രാവണനെ വേണ്ട എന്ന് പറഞ്ഞ് രാമനിലേക്ക് സഞ്ചരിക്കുന്നത്?
നമ്മുടെ നാട്ടിൽ ഇന്ന് അറിവിന്റെ കുറവൊന്നുമില്ല, എല്ലാവർക്കും ഉണ്ട് അറിവുകൾ അല്ലേ. പക്ഷേ നമുക്ക് വേണ്ടത് അറിവുകളല്ല, പകരം തിരിച്ചറിവുകളാണ്. എങ്ങനെയാണ് എൻ്റെ അറിവുകളെ ഞാൻ ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് അത് എനിക്കും എൻ്റെ സമൂഹത്തിനും ഉപകാരമാവുന്ന വിധത്തിൽ പ്രവർത്തിക്കേണ്ടത്, ആ ഒരു തിരിച്ചറിവാണ് നമ്മളെ രാവണനിൽ നിന്ന് രാമനിലേക്ക് നയിക്കുന്നത്. രാവണൻ അദ്ദേഹത്തിൻ്റെ അറിവുകളെല്ലാം സമാജത്തിന്, സമൂഹത്തിന് ദോഷകരമാകുന്ന വിധത്തിൽ പ്രവർത്തിച്ചു. അദ്ദേഹം ഭക്തനാണ്, ഏതു നേരം രാമനെ കുറിച്ച് വിഷ്ണുവിനെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. പക്ഷെ എന്താ അതിന്റെ വ്യത്യാസം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാവം, ഭക്തിയുടെ ഭാവം, അത് വിദ്വേഷ ഭക്തിയായിട്ടാണ് ഭഗവാൻ അദ്ദേഹം സ്മരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ രൂപവും നാമവും കേൾക്കുമ്പോൾ അദ്ദേഹം പേടിച്ചു പറയ്ക്കാൻ തുടങ്ങി, കംസനെ പോലെ. അപ്പോ ആ വിദ്വേഷ ഭക്തിയിൽ നിന്ന്, ആ അറിവും ജ്ഞാനങ്ങളെല്ലാം വിദ്വേഷ ഭക്തിയിൽ നിന്ന് സതുദ്ദേശ ഭക്തിയിലേക്ക് പരിവർത്തനം ചെയ്യുക. ആ പരിവർത്തനം ചെയ്യുന്നിടത്താണ് നമ്മൾ രാമനിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം പരിവർത്തനങ്ങളാണ് രാമൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? രാമൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞു, ഒരു മാസത്തിന്റെ പേരുദോഷം പോലും രാമമന്ത്രം കൊണ്ട് തീർന്നു. പഞ്ഞമാസം കള്ളക്കർക്കടവും മാറിയിട്ട് അത് പുണ്യമാസമായി മാറി. ഇതേപോലെയായിരുന്നു പണ്ട് ദുഷ്ടനായിട്ടുള്ള രത്നാകരൻ എന്ന് പറയുന്ന കാട്ടാളനെ വാൽമീകി എന്ന് പറയുന്ന ആദ്യ കവിയായിട്ട് പരിവർത്തനം ചെയ്തത് ഇതേ രാമമന്ത്രമായിരുന്നു. അപ്പൊ പരിവർത്തനം സാധ്യമാകും. ഞാൻ ഇത്രയേ ഉള്ളൂ, ഞാൻ ഇങ്ങനെയാണെന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം പരിവർത്തനം സാധ്യമാകും. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ പരിവർത്തനത്തിന് എന്താണ് ഒരു വഴി എന്നുള്ളിടത്താണ് നമ്മൾ രാമനിലേക്ക് സഞ്ചരിക്കുന്നത്. അവിടെയാണ് നമ്മൾ രാവണനെ പുറത്തേക്ക് കളയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ രാമൻ എന്താണ് പരിവർത്തനം ചെയ്തത്? പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകി കോകിലം. സപ്തർഷികള് വനത്തിൽ കൂടെ സഞ്ചരിച്ചും കൊണ്ടിരിക്കുമ്പോൾ ദുഷ്ടനായ കാട്ടാളൻ തടഞ്ഞു നിർത്തുകയും നിങ്ങളുടെ ഉള്ള വസ്തുക്കളെല്ലാം എനിക്ക് തരൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, ശരി ഞങ്ങൾ തരാം, പക്ഷേ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നീ കൊണ്ടുപോകണം, ആർക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടുപോകണമെന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, നല്ല കാര്യം, ഒരു ഗൃഹസ്ഥാശ്രമിയുടെ ധർമ്മം തന്നെയാണ് അത് ചെയ്യുന്നത്. പക്ഷെ ഈ കൊണ്ടുപോയി കൊടുക്കുന്നത് മാത്രമാണോ, അതോ നിനക്ക് സ്വായത്തമായിട്ടുള്ള നിന്റെ ഈ ദുഷ്കർമ്മങ്ങളുടെ ഫലം കൂടി അവർ ഏറ്റെടുക്കുമോ ചോദിച്ചു. അതെനിക്ക് അറിയില്ല പറഞ്ഞു. എന്നാൽ ശരി, പോയി വരൂ, ഞങ്ങളിവിടെ ഇരിക്കാം. സത്യമുള്ള കാലാണ്. ഇന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പോയി വരൂ എന്ന് പറഞ്ഞിട്ട് അവൻ പോയ വഴിക്ക് നമ്മൾ ഓടി രക്ഷപ്പെടും. പക്ഷെ ഇതല്ല, സത്യമുള്ള കാലമാണ്. ദുഷ്ടനാണെങ്കിലും ആ ദുഷ്ടനോട് പറഞ്ഞ വാക്ക് അവർ പാലിച്ചു. അവരവിടെ കാത്തിരുന്നു. അദ്ദേഹം പോയി ചോദിച്ചു, നിങ്ങൾ എൻ്റെ ദുഷ്കർമ്മ ഫലമൊക്കെ പകർത്തെടുക്കുകയോ ചോദിച്ചു. ഇല്ലില്ല, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുക എന്നേ വരൂ എന്ന് പറഞ്ഞു ഭാര്യ. ജ്ഞാനിയാണ് ഭാര്യ. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഇവിടെ ഇരിക്കുന്ന അമ്മമാര് പലരും കുടുംബത്തിന്റെ ജ്ഞാനം കൈകാര്യം ചെയ്യുന്നവരാണ്. എൻ്റെ തെറ്റുകൾ പൊറുക്കാൻ എൻ്റെ സഹധർമ്മിണിക്ക് സാധിക്കും, മനസ്സിലാക്കിപ്പിക്കാൻ സാധിക്കും. ഞാൻ എല്ലാം കിട്ടുന്നതെല്ലാം വാങ്ങുന്നുണ്ട്, പക്ഷെ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇല്ല ഇതെല്ലാം നിങ്ങൾക്കുള്ളതാണ്, ഇതൊന്നും ഞങ്ങൾ വാങ്ങില്ല പറഞ്ഞു. അവിടെ അദ്ദേഹത്തിന് ജ്ഞാനം ഉദിച്ചു. അദ്ദേഹം തിരിച്ചു പോയി. സപ്തർഷികൾ ചോദിച്ചു, എന്താ പറഞ്ഞു ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ കൊടുക്കുന്നതൊക്കെ അവർ വാങ്ങും, പക്ഷെ എൻ്റെ പാപം അവർ വാങ്ങില്ല. അപ്പം എന്താ വേണ്ടത് ചോദിച്ചു. അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ട, എനിക്ക് പരിവർത്തനം വരണം പറഞ്ഞു. ശരി, പരിവർത്തനം പറഞ്ഞു കൊടുത്തു. രാമമന്ത്രത്തിന്റെ പ്രസക്തി പറഞ്ഞു കൊടുത്തു. അത് ജപിച്ചു. പിന്നീടുള്ള കഥകളൊക്കെ നമുക്കറിയാം. കുറ്റു വന്ന് മൂടി അതൊക്കെ പൊളിച്ച് അദ്ദേഹം പുറത്തു വന്നത് വേറൊരു വ്യക്തിയായിട്ടായിരുന്നു. അതാണ് നമ്മൾ ആദ്യം ചൊല്ലിയത്. പിന്നെ അദ്ദേഹം ആയുധങ്ങളല്ല എടുക്കുന്നത്. പിന്നെ അദ്ദേഹം ദുഷ്ടതയുടെ ശീൽക്കാരങ്ങളല്ല പിന്നെ അദ്ദേഹത്തിൽ നിന്ന് വന്നത്. അദ്ദേഹം രാമമന്ത്രവും ചൊല്ലിയിട്ട് സരയൂ നദിയുടെ തീരത്ത് ആശ്രമവും കെട്ടി അങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ വഴികളിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ശിഷ്യഗണങ്ങളുണ്ടായി. ആശ്രമ അന്തരീക്ഷം നല്ലൊരു രീതിയിലായി. അവിടെ ഭൂതഗണങ്ങളെല്ലാം വന്നു ചേർന്നു. ഭൂതഗണങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? പക്ഷിയും മൃഗങ്ങളും എല്ലാം ഒരേ മനസ്സോട് കൂടിയിട്ട്, സതുദ്ദേശത്തോട് കൂടിയിട്ട്, സദ്ഭാവനയോട് കൂടിയിട്ട് ജീവിക്കാൻ തുടങ്ങി. ഒരു ദിവസം അദ്ദേഹം കാലത്ത് കുളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ സമയത്ത് 2 ക്രൗഞ്ചമിഥുനങ്ങൾ ആ മരക്കൊമ്പിൽ ഇരുന്നിട്ട് സല്ലപിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കണ്ടപ്പോൾ വളരെ കൗതുകം തോന്നി. അദ്ദേഹം അത് ശ്രദ്ധിച്ചുകൊണ്ടേ അങ്ങനെ ഇരുന്നു.
കുറച്ച് കഴിഞ്ഞപ്പോൾ എവിടെ നിന്നോ ഒരു അമ്പ് വന്നിട്ട് അതിൽ ആൺകിളിയുടെ ദേഹത്ത് തറച്ചു. ആൺകിളി മരിച്ചു വീണു. ആ പെൺകിളിയുടെ ശോകം കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് വല്ലാതെ നോവിൽ അനുഭവപ്പെട്ടു. ഇത്രയും ശാന്തമായ ഈ അന്തരീക്ഷത്തിൽ, ഈ ഒരു അവസ്ഥയിൽ എന്താണ് ഇത്രയും ഒരു ദുഃഖത്തിൻ്റെ കാരണം? പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കവിതാശകലം പുറത്തേക്ക് വന്നു. മാ നിഷാദ പ്രതിഷ്ഠാന്തം അഗമ ശാശ്വതി സമ യ ക്രൗഞ്ചമിഥുനാദേകം അവധിയും കാമമോഹിതം. പെട്ടെന്ന് വന്നതാ, ചിന്തിച്ച് പറഞ്ഞതല്ല. കാരണം സത്കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഓരോരോ നാടകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും. ആ നാടകത്തിലെ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ട, ആടേണ്ട പാവകളാണ് നമ്മളെല്ലാവരും. അദ്ദേഹം പ്രതീക്ഷിക്കാതെ തന്നെ അദ്ദേഹത്തിൻ്റെ നാവിൻ തുമ്പിൽ നിന്ന് ഈ ഒരു കവിതാശകലം പിറന്നു വന്നു. ദുഷ്ടനായ കാട്ടാളൻ അങ്ങനെ ആദ്യ കവിയായി മാറി. ആ കവിനെയാണ് നമ്മൾ നേരത്തെ വന്ദിച്ചത്. എങ്ങനെ? കുജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. അങ്ങനെ നമ്മൾ പേടിച്ചിരുന്ന, വെറുത്തിരുന്ന ആ കാട്ടാളൻ ഇപ്പൊ ആരായി? ഒരു മരത്തിന്റെ മുകളിൽ, കവിതയാകുന്ന മരത്തിന്റെ മുകളിൽ ഇരുന്നിട്ട് രാമരാമേതി എന്ന് പറയുന്ന മധുരാക്ഷരം ജപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുയിലായി മാറി. അങ്ങനെയുള്ള വാൽമീകിയാണ് നമ്മളിപ്പോൾ വന്ദിക്കുന്നത്. എന്തിനാ വന്ദിക്കുന്നത് അദ്ദേഹത്തിനെ? നമുക്ക് മോക്ഷത്തിന്റെ മാർഗമായിട്ടുള്ള രാമചരിത്രങ്ങൾ പറഞ്ഞു തന്നതിന്. കാലങ്ങൾ പിന്നെയും പോയി. ഒരിക്കൽ നാരദൻ അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ വന്നു. വാൽമീകിയോട് സംഭാഷണ മധ്യേ വാൽമീകി ചോദിച്ചു, ഈ ലോകത്തിലെ ഏറ്റവും ഉത്തമനായിട്ടുള്ള ഒരു പുരുഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. നാരദൻ പറഞ്ഞു, എന്താ സംശയം? ഉണ്ടല്ലോ, മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രൻ, അദ്ദേഹത്തിനോളം പോന്ന ഉത്തമ പുരുഷൻ ഈ ലോകത്തില്ല എന്ന് പറഞ്ഞു. നാരദൻ വന്നിരിക്കുന്നത് ബ്രഹ്മനിയോഗത്തിലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, അങ്ങ് ഏതായാലും കവിതയ്ക്ക് എഴുതിയ ആളല്ലേ, എനിക്ക് കവിത ഒന്നും അത്ര അറിയില്ല. ആരാ പറഞ്ഞ്? ഇങ്ങനെ ഒരു കവിത മുന്നേ ചൊല്ലിയിട്ടുണ്ടല്ലോ, അത് ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, ബ്രഹ്മദേവന്റെ നിർദ്ദേശമുണ്ട്, അങ്ങ് രാമന്റെ ചരിത്രങ്ങൾ എഴുതണം എന്ന് പറഞ്ഞു. അങ്ങനെ വാൽമീകി രാമചരിത്രങ്ങൾ എഴുതാണ്. ലോകത്താകമാനം അസംഖ്യം രാമായണങ്ങൾ പിന്നെ ഉണ്ടായി. വാൽമീകി 2 രാമായണങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഒന്ന് വാൽമീകി രാമായണം, 24,000 ശ്ലോകങ്ങളുള്ള വാൽമീകി രാമായണം. പിന്നെ അദ്ദേഹം എഴുതിയതാണ് വസിഷ്ഠ രാമായണം, അതിൽ 32,000 ശ്ലോകങ്ങളുണ്ട്. അങ്ങനെ 2 രാമായണങ്ങൾ അദ്ദേഹം എഴുതി. പിന്നെ ലോകത്തിന്റെ ഈ ഭാരതഭൂമിയിൽ ഉൾപ്പെടെ പുറത്തും ഉൾപ്പെടെ അനവധി രാമായണങ്ങൾ പിന്നെ ജനിക്കുകയാണ്, ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച്. നമ്മുടെ നാട്ടിലുണ്ട് വളരെ വിചിത്രമായിട്ടുള്ളൊരു രാമായണം, മാപ്പിള രാമായണം എന്ന് പറഞ്ഞിട്ടൊരു രാമായണം ഉണ്ട്. മലബാർ ഏരിയകളിലൊക്കെ ചൊല്ലി കേൾക്കുന്ന ഹാസ്യപ്രധാനമാണ്. ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ഭാഷാ ശൈലിയിൽ കൂടെ ഹാസ്യാത്മകമായിട്ട് രാമകഥ അവതരിപ്പിക്കുന്ന രാമായണമാണ് മാപ്പിള രാമായണം. അങ്ങനെയൊക്കെ വന്ന് കർമ്മത്തിന്, ക്രിയയ്ക്ക് എത്രയും പ്രാധാന്യം കൊടുക്കുന്ന വിധത്തിൽ വാൽമീകി രാമായണം എഴുതി. ഇവിടെ നമ്മുടെ മലയാളത്തില് നമ്മുടെ തുഞ്ചത്താചാര്യൻ അത് അധ്യാത്മരാമായണമായിട്ട് വീണ്ടും അദ്ദേഹത്തിന്റെ രചന നിർവഹിച്ചു. അധ്യാത്മരാമായണം ഭക്തിപ്രധാനമായിട്ടുള്ള, ഏറ്റവും ഉദാത്തമായ ഭക്തിയിലേക്ക് മനുഷ്യനെ നയിക്കുന്ന വിധത്തിലുള്ള ഒരു രചനയാണ് തുഞ്ചത്താചാര്യൻ നടത്തിയിരിക്കുന്നത്. മലയാള ഭാഷയുടെ പിതാവാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹം രാമൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഭക്തി പ്രഭാവത്തെ ഏറ്റവും ഉയർന്ന തരത്തിൽ ഭക്ത മനസ്സുകളിലേക്ക് കയറ്റാവുന്ന വിധത്തിൽ അദ്ദേഹം എഴുതി അധ്യാത്മരാമായണം. ആ അധ്യാത്മരാമായണമാണ് നമ്മളിവിടെ മലയാള കരയിൽ കൂടുതലും ഉപയോഗിക്കുന്നതും പാരായണം ചെയ്യുന്നതും. അപ്പോൾ ഇങ്ങനെ ഓരോ വ്യക്തികളെയും ഉന്നതിയിലേക്ക് ഉയർത്തുന്ന വിധത്തിലുള്ള മന്ത്രമാണ് രാമമന്ത്രം. എന്താണ് രാമമന്ത്രത്തിന്റെ പ്രസക്തി? നമുക്കറിയാം, നമ്മളെല്ലാ മന്ത്രങ്ങളും കേട്ടിരിക്കുന്നത് ഓംകാര ശബ്ദത്തോടു കൂടിയാണ്, പ്രണവ ശബ്ദത്തോടു കൂടിയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മന്ത്രത്തിന്റെ ശക്തി മുഴുവനാവുന്നത് അവിടെ ഓംകാരം ഉള്ളപ്പോഴാണ്, ആദ്യം ഓംകാരം ഉള്ളപ്പോഴാണ്. പക്ഷെ രാമമന്ത്രത്തിനൊപ്പം നമ്മൾ എവിടെയും ഓംകാരം കേട്ടിട്ടില്ല. അത് തന്നെയാണ് രാമമന്ത്രത്തിന്റെ പ്രസക്തി.
താരക മന്ത്രം എന്നറിയപ്പെടുന്ന മന്ത്രത്തിന് ഓങ്കാരത്തിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ തന്നെ അതിൻ്റെ പവിത്രത ഉണ്ട്. കാരണം ഓരോ മന്ത്രത്തിലും ബീജാക്ഷരങ്ങളായിട്ട് ഒരു അക്ഷരങ്ങൾ നിലനിൽക്കുമ്പോൾ രാമമന്ത്രത്തിലെ 2 അക്ഷരങ്ങളും ബീജാക്ഷരങ്ങളാണ്. പഞ്ചാക്ഷരി മന്ത്രത്തിൽ നിന്നും അഷ്ടാക്ഷരി മന്ത്രത്തിൽ നിന്നും ഉൾക്കൊണ്ട അക്ഷരങ്ങളാണ് രാമമന്ത്രത്തിൻ്റെ അടിസ്ഥാനം. അത് വസിഷ്ഠമുനി നിർദ്ദേശിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ രാമ എന്ന് ഒരു 2 അക്ഷരം നമ്മുടെ നാവിൽ വരുമ്പോൾ അവിടെ മോക്ഷദായകമായിട്ട് ഒരു വലിയ മന്ത്രമായിട്ട് അത് മാറുകയാണ്. ഇനി അങ്ങനെ തന്നെ ജപിക്കുന്നില്ലെങ്കിൽ കൂടി ഏതെങ്കിലും ഭാവത്തിൽ ആ 2 അക്ഷരം നമ്മുടെ നാവിൽ വന്നാൽ തന്നെ മോക്ഷദായകമായി എന്നാണ് ആചാര്യ ശ്രേഷ്ഠന്മാർ പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് ഇനി കൂടുതൽ അതിലേക്കുള്ള പ്രസക്തി? നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു അവതാരം കൂടി ഒന്ന് ശ്രവിക്കാം, എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോവാം.